ചാനലിലോട്ട് സ്വാഗതം ഗൈസ്. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ പിന്നെയും വന്നിട്ടുണ്ട് ഗൈസ്. ഇത്ര നാളെ വീഡിയോ ഇടാത്ത കാര്യം ഞാൻ കുറച്ച് നാൾ വീഡിയോ ഇടാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എല്ലാവർക്കും എക്സാം ഒക്കെ തുടങ്ങിയെന്ന് അറിഞ്ഞ് എനിക്ക് തോന്നുന്നു. സോ എക്സാം ഉള്ളത് കാരണമാണ് നമ്മുടെ വീഡിയോ ഇടാത്തത്. വീഡിയോ ഇടാനും കാര്യമില്ല, നമ്മൾ ഇരുന്ന് ഷോർട്സിനൊക്കെ അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിലും നല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും 224 തന്നെയാണ് നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും നമുക്ക് ഈ വെക്കേഷൻ നമുക്കൊരു 500 അടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ നമ്മളങ്ങനെ നമ്മുടെ മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. വെക്കേഷനൊക്കെ പിന്നെ നമ്മൾ ഫുൾ ഡെയിലി വീഡിയോ ഇടാൻ ഉറപ്പായിട്ട് ശ്രമിച്ചിരിക്കും ഗൈസ്. സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫാർമിംഗ് ഗെയിലാണ് ഗൈസ്. ഫാർമിംഗ് ഗെയിലിൽ നമ്മൾ ചുമ്മാ ഒരു പോർട്ടൽ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളങ്ങനെ നിർത്തിയിരിക്കുകയാണ്. സോ അതിൽ നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകണം ഗൈസ്. സംഭവം നമ്മൾ ഇന്നൊരു ഫാർം ഉണ്ടാക്കാൻ പോകണം അവിടെ. അത് നമ്മുടെ പ്രിൻസസ് അല്ലല്ലോ, പ്രിൻസിന് വേണ്ടിയാണ് ഗൈസ്. നമ്മുടെ ദാമോദറിന് വേണ്ടിയാണ് സംഭവം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമ്മുടെ ടോട്ടം ഓഫ് ഫണ്ടേക്കൊക്കെ നമ്മളിപ്പോൾ പിടിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഷീൽഡൊക്കെ നമുക്ക് വെറുതെ നമുക്കൊന്നും ആവശ്യമില്ല, നമുക്ക് ടോട്ടം ഓഫ് ഫണ്ടേക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ് നമ്മളങ്ങനെ അവിടെ സംഭവം ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്കിത് ഇതൊന്ന് അടച്ചേക്കാം. ഇനി നമുക്ക് നമ്മുടെ ദാമോദരൻ എവിടെ? ഇതേ ദാമോദരനെ കണ്ട ഗൈസ്. നല്ലൊരു മാറ്റമില്ലേ? നമുക്ക് ഈ വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മുടെ വീടല്ല ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൊത്തത്തിൽ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്. വേറെ എന്താ ഗൈസ്, നമ്മൾ കുറച്ച് ഷെയ്ഡർ ഇട്ടിട്ടുണ്ട്. ഇതേ നമ്മുടെ മരമൊക്കെ നോക്കി ഗൈസ്, മരമൊക്കെ തിളങ്ങി നിൽക്കില്ല. പിന്നെ നമ്മുടെ ബ്രിഡ്ജിൻ്റെ ലോക്ക് കണ്ട, ബ്രിഡ്ജിൻ്റെ ലോക്ക് ഇത്, ഈ ബ്രിഡ്ജിൻ്റെ ലോക്ക് ഭയങ്കര ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത് ഗൈസ്. ഈ മരത്തിനൊക്കെ ഇല കണ്ട നല്ല തിളങ്ങിയിരിക്കുന്ന. സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഒരു കന്നി ലുക്കിലിരിക്കും. ബാക്കി ഇത് ഈ ഗ്രാസിൻ്റെ ഒക്കെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ശരിക്കും മാറിയിട്ടുണ്ട്. നമ്മളിത് ഈ ബ്രിഡ്ജിൻ്റെ മറ്റേ ലീവ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഈ ബ്രൗൺ കളർ ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളിത് ഷീറെടുത്ത് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് സാധാ ബ്രിഡ്ജിലോ ഇത് തന്നെ കിട്ടിയത്. അവസാനം അതിൻ്റെ കാര്യത്തിൽ തീരുമാനം അതിൻ്റെ ഒരു സാഡായിട്ട് ഇരിക്കുമായിരുന്നു കുറച്ച് ദിവസം. ഞാൻ അങ്ങനെ കുറേ ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. സോ നമുക്ക് നമ്മുടെ എൻ്റർ ചെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ സംഭവങ്ങളൊക്കെ എപ്പോഴത്തെ പോലെ നേരത്തെ അത് ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ഇതൊന്നും ഇല്ലാത്ത സംഭവം അതുകൊണ്ട് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ നമ്മുടെ ഫാർമിങ്ങിലോട്ട് നമുക്കിനി പോകണം. അതിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യണം. സോ നിനക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ തന്നെ ചെയ്യുന്നത്. സോ നമ്മുടെ വീടൊക്കെ ഒന്ന് മര്യാദക്ക് നോക്കിക്കോണേ. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം. വരുമ്പോൾ ഈ വീട് ഇങ്ങനെ തന്നെ കാണണം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ നിനക്ക് വേണ്ടി വേറൊരു വീട് ഉണ്ടാക്കി തരാം ഒരു ദിവസം. സോ നമുക്ക് എന്തായാലും നമ്മുടെ നേരെ മുടപ്പാനിലോട്ട് പോവാം ഗൈസ്. സോ ഗൈസ് നമ്മുടെ എൻട്രൻസ് എടുത്ത് നമ്മുടെ ഷെൽക്കർ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല സംഭവം. നമുക്ക് സ്ഥലത്തിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ പേടി. നമ്മൾ ഒരു വെറൈറ്റി രീതിയിലാണ്, വെറൈറ്റി ഒന്നും അല്ല, എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഫാർമേയിലോട്ടൊന്ന് പോകണം. നമ്മൾ തൊട്ടടുത്താണെങ്കിൽ നമ്മൾ ഫോർട്ടിൽ വഴി പോകത്തുള്ളൂ. നിങ്ങൾക്കറിയാം സംഭവം, നിങ്ങൾക്കറിയാമല്ലോ. നമ്മളിച്ചിരി എനിക്ക് നടക്കാനൊന്നും ആഗ്രഹമില്ല. നമ്മുടെ റോക്കറ്റ് നമുക്ക് വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമില്ല ഗൈസ്. സോ നമുക്ക് എന്തായാലും നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ അതിലിച്ചിരി 2 റോക്കറ്റ് ചെയ്യണം. ഇതിൽ നമ്മൾ ജസ്റ്റ് നടന്ന് നമ്മുടെ പോർട്ടലിൽ അടുത്തെത്തും. ഓക്കെ, ഇവിടെ ക്രീപ്പേഴ്സ് കിട്ടുന്നൊന്നുമില്ലല്ലോ. ഇവിടെ നിന്നില്ല കേടി. ഇവന്മാരുണ്ടല്ലോ നേരത്തെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കുവേ ഇവന്മാർ ഇവിടെ വന്ന് സ്റ്റാച്ചു പോലത്തെ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവന്മാർ ക്രീപ്പർ, സോംബി, വിതർ സ്കെൽട്ടണൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നു ഗൈസ്. എങ്ങനെയാണെന്നൊരു പിടിയുമില്ല. ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഓക്കെ ഇതെങ്ങനെ അൺലൈറ്റനായിപ്പോയി. ഞാൻ നേരത്തെ വന്നപ്പോഴത്തേക്ക് അവന്മാർ വന്ന് അൺലൈറ്റനാക്കിയത്. അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഒബ്സിഡിയൻ പൊട്ടിപ്പോയി. ഓക്കെ, നമുക്ക് നല്ലത് എടുത്ത് തിരിച്ചൊക്കെ എൻട്രൻസിൽ എൻ്റെ ഫ്ലിൻറ്റൻസിൽ ഇരിപ്പുണ്ട്. ഫ്ലിൻറ്റൻസിൽ എടുത്തേക്കാം. ഇതങ്ങ് പൊട്ടിച്ചിട്ട് കയ്യിലടിച്ചേക്കാം. അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ പറഞ്ഞു. അല്ല നമ്മൾ ഇത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാർമിങ്ങിലോട്ട് പോവാം. ഫാർമിങ്ങിൽ നമ്മൾ മൊത്തം വർക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ 20ാമത്തെ എപ്പിസോഡ് നമ്മൾ സ്പെഷ്യലാണ്. ഇച്ചിരി കുറച്ചവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മഴയാണല്ലോ. അല്ല നമുക്ക് ഇതൊന്ന് കിടന്നു. പിന്നെ ഗൈസ് നമ്മുടെ ഈ ഷെയ്ഡറിൻ്റെ ഒരു പ്രത്യേകത അത് സോപ്പിക്കുന്നു. വല്ല ആവശ്യത്തിനൊക്കെ പോകുന്നത് ഈ ഷെയ്ഡറിന് പ്രത്യേകത ഉണ്ട് ഗൈസ്. നമ്മുടെ ഈ മൃഗങ്ങളുടെയൊക്കെ കണ്ണിൽ അവർക്ക് പറ്റിയൊരു കളറൊക്കെ വരുന്നത്. സോംബിക്ക് പച്ച. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ഒരു ഫീച്ചർ. അതാണ് ഈ ഷെയ്ഡറിനെ തിരഞ്ഞെടുക്കാൻ കാരണം. ഒരു കൂടുതലുണ്ട്. നേരത്തെ ആരോ തന്നെ അടിച്ചത് ഫാൻ്റെ ആണോ അടിച്ചത്? ഫാൻ അതേ പോണ്. എന്തായാലും നമുക്ക് നമ്മുടെ പെട്ടെടുത്ത് പെട്ടെന്ന് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ ഇവന്മാർ സമ്മതിക്കത്തില്ല ഗൈസ്. നമ്മൾ ഈ ഒരു സ്റ്റാച്ചു ബിൽഡിങ്ങിലൊക്കെയാണ്, അതുകൊണ്ടാണ് നമുക്ക് ഉറങ്ങാൻ ടൈമൊന്നും കിട്ടായിരുന്നത്. സോ നമുക്കതിൽ നമ്മുടെ ഈ റോട്ട പക്ഷേ ചേടാ എന്തിരി മാറ്. ഓക്കെ എടാ, ഓക്കെ ഇതങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. പൊട്ടിച്ചെടുത്ത് നമുക്ക് നമ്മുടെ ബെഡെടുത്ത് എൻ്റർ ചെസ്റ്റിലെടുത്ത് വെച്ച് ഈ എൻ്റർ ചെസ്റ്റും പൊട്ടിച്ചെടുത്ത് നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ടൊക്കെ പോവാം ഗൈസ്. സോ നമ്മുടെ ക്രീപ്പർ കാണുവാണെങ്കിൽ ഞാൻ സംഭവം കാണിച്ചു തരാം. ക്രീപ്പർ ഇവിടെ എവിടെയെങ്കിലും കാണുമാവോ?
ക്രീപ്പർ ഇവിടെ കാണാൻ എനിക്കൊരു സംഭവം കാണിച്ചു തരായിരുന്നു. അവൻ്റെ കണ്ണ് അതേ നിൽക്കുന്നു. അയ്യോ ക്രീപ്പർ പിന്നെ ഗൈസ് അതെ ക്രീപ്പർ ഇവനൊന്ന് അടിച്ച് കൊന്നിട്ടെ. ഇവൻ്റെ കണ്ണിൽ കണ്ട ഗൈസ് ചുവപ്പ് കളറാണ്. സോ നമ്മുടെ ഈ കോഴിയെ കണ്ട ഇവനാണ് ഗൈസ് ഇന്നത്തെ താരം. ഇവനെ വെച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സംഭവം. ഇവൻ ഒരെണ്ണം വെച്ചല്ല, കുറേ പേരുണ്ട് ഗൈസ്. ഇവൻ്റെ ഒരു ടെക്സ്ചറൊക്കെ നോക്കി വെച്ചോ സംഭവം. ഇവൻ്റെ ടെക്സ്ചറൊക്കെ നോക്കി വെച്ചോ. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ നല്ലോണം നോക്കിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് വേറെ സംഭവം കാണിച്ചു തരാം. ആ സംഭവമാണ് ഈ സംഭവം. ആ കാണുന്ന സംഭവമാണ് നമ്മുടെ ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത്. സോ നമുക്കതെല്ലാം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് വരിയെ കാണിച്ചതേ ഗൈസ്. ഒരേപോലെ ഇരിപ്പില്ല രണ്ടുപേരും. ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് ഇതിൻ്റെ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ നോക്കിയിട്ടെല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നത്. ഇതൊന്ന് പറന്ന് കാണിച്ചു തരാൻ ആവശ്യത്തിന് പറക്കില്ല, അതാണ് വിഷയം. നമുക്കിത് ആ മരത്തിൻ്റെ മേളിൽ നിന്ന് കാണിച്ചു തരാം. ആ മരത്തിൻ്റെ മുകളിലോട്ടെ ലാൻഡ് സൂപ്പർ നല്ല ലാൻഡിങ്. നമുക്ക് എന്നിട്ട് ഇവിടെ വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? നമുക്ക് മലയുടെ മേളിൽ എന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. മലയുടെ മേളിൽ നമുക്ക് കാണിച്ചു തരാം, നമുക്ക് മലയെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിന്ന് അതെ കണ്ട ഗൈസ് നോക്ക്, കറക്റ്റ് അതേ ടെക്സ്ചറൊക്കെ തന്നെയല്ലേ. ഓക്കെ, എനിക്ക് കണ്ടിട്ട് നല്ലോണം ടെക്സ്ചറായിട്ട്. നിങ്ങൾക്കത് മാറ്റണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ട് അന്തം പിടിയുടെ സ്കെൽട്ടനാണ് ഞാൻ ഉദ്ദേശിച്ചത്. സംഭവം ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചൊക്കെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ ഭയങ്കര റീസോഴ്സൊക്കെ ഭയങ്കര കുറവായിരുന്നു. എനിക്കാണെങ്കിൽ അപ്പം ഒന്നും ചെയ്യാനും വയ്യ. അപ്പം ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ എന്നും പറഞ്ഞ് സെറ്റപ്പൊക്കെ എടുത്തതാണ് ഗൈസ്. ഒരു 2D സ്കെൽട്ടൻ. ഇവിടെ നമ്മളത് ബോണൊക്കെ പിടിച്ചിരിക്കുന്ന, അപ്പുറത്തൊരു അമ്പൊക്കെ പിടിച്ചിരിക്കുന്ന സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർ മെഗാ ബോൺബീൽ ഫാർം എന്നൊരു സംഭവം നമ്മൾ നമ്മുടെ ഇതിലിട്ട് വെച്ചിട്ടില്ലായിരുന്നു. അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സംഭവം ചെയ്തത്. റീസോഴ്സ് കുറവായതുകൊണ്ട് നമ്മൾ ഈ ഗ്രേ വൂളും വൈറ്റ് വൂളൊക്കെ വെച്ച് കുറച്ച് സ്പ്രൂസ് വൂളൊക്കെ വെച്ച് കുറച്ച് കോൺക്രീറ്റ് കിട്ടിയുള്ളൂ. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ കാർപ്പറ്റ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അടിയിലോട്ട് പോകുമ്പോൾ വേറൊരു ഇത് അടച്ചൊക്കെ അല്ലെങ്കിൽ മരമെല്ലാം കയറി വരും. ഓക്കെ, വേറൊരു സംഭവത്തിലാണ് ടണലിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓട്ടോമാറ്റിക് ബോൺബിൽ ഫാർം ഗൈസ്. ഓട്ടോമാറ്റിക്കാണ് മൊത്തം. പിന്നെ ഇതുപോലെ ഇടക്കിടയ്ക്ക് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച് കൊടുക്കണം, അത് കുഴപ്പമില്ല. അതെന്തായാലും ഞാൻ ടീസ്പൂൺ ഇപ്പോൾ 2 വരത്തുള്ളൂ, 2 1 മൊത്തത്തിൽ ഓട്ടോമാറ്റിക്കാണ് ഗൈസ്. നമ്മുടെ മുമ്പത്തെ ഇതെന്ന് പറയുന്നത് നമ്മൾ അടിച്ച് കൊല്ലാലേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല ഒരുപാട് നമ്മുടെ കൈ കയറുകയും ചെയ്യും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പ് ഫയർ ഉള്ളതുകൊണ്ട് എല്ലാ സാധനവും ഇതിനകത്ത് കയറണമെന്നില്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എന്നാലും നമുക്കിത് ഇച്ചിരി നേരം തന്നെ AFK ചെയ്യുന്നുള്ള ഞാൻ കുറച്ച് നേരം. അപ്പോഴത്തേക്കും നമുക്കിത് ഇത്രയും തന്നെ കിട്ടും. നമ്മളിത് ഇവിടെ ഗ്ലാസ് പെയിനൊക്കെ വെച്ച് അവർ അറ്റാക്ക് ചെയ്തതായിട്ട് സെറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചെസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്, കയറി ചോയ്ക്ക് വെച്ചിരിക്കുന്നതാണ് സംഭവം. നമുക്ക് ഈ ഗ്ലാസ് പെയിൻ വെച്ചതുകൊണ്ട് അവിടെ ബ്ലാങ്കായി കിടക്കുന്നുണ്ടെങ്കിൽ വെച്ചതാണ്. പിന്നെ നമ്മളിത് ഇവിടെ വൈറ്റ് ക്യാൻഡിൽസൊക്കെ വെച്ച് നമ്മൾ നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെക്കറേറ്റ് നല്ലോണമെന്നൊന്നും അറിയത്തില്ല. സോ ഇങ്ങനെയാണ് നമ്മുടെ സ്കെൽട്ടൻ ഫാർം വരുന്നത്. ഇത് അത്യാവശ്യം തന്നെ മെഗ തന്നെയാണ്, കാരണം നമുക്ക് ഒരു സ്പോണർ ഉള്ളെങ്കിലും ഒരു സ്പോണറേ ഉള്ളൂ, അത് വേറെ കാര്യം. എന്നാലും നല്ലവണ്ണം തന്നെ കിട്ടുന്നുണ്ട്. സ്പോണർ നമുക്ക് ഓരോരുത്തരും ചത്ത് വീഴുന്നതനുസരിച്ചാണ് ഗൈസ് പിന്നെയും സ്പോൺ ജീവിച്ച് വിടുന്നത്. സോ എന്തായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ അകത്തോട്ട് പോയിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് അകത്തോട്ടൊന്ന് ലാൻഡ് ചെയ്യട്ടെ. സോ ഗൈസ് നമ്മളങ്ങനെ അകത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ്, കുറച്ച് ഹോപ്പർ, നമുക്ക് രണ്ടും എടുക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്. ഈ സ്ഥലം പറ്റത്തില്ലെന്ന് തോന്നുന്നു, നമുക്ക് അപ്പുറത്തെ സ്ഥലം പിടിച്ചോ. സോ ഗൈസ് നമ്മൾ അറിയാവുന്ന ഇച്ചിരി റെക്കോർഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു ചെസ്റ്റ് വെച്ച്, ഇവിടെ ഹോപ്പർ വെച്ച്, ഇവിടെ ഡിസ്പെൻസർ, പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് പരിപാടിയൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടൊന്നും ഒരു ചെറിയ ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട്. നമ്മളിത് ഇതിൻ്റെ നേരെ ഒരു കമ്പാക്ടർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു L അല്ലെങ്കിൽ ഒരു P കണക്കൊരു സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് റെസ്റ്റോറൻറ്റ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഗൈസ് ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ പെട്ടെന്ന് തന്നെ പെട്ടെന്നല്ല കൊടുത്തേക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബ്ലോക്ക്, കുറച്ച് സ്ലാബ്, പിന്നെ ലാബ് ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഇത് ഇവിടെ ഒരു സ്ലാബ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ 2 ബ്ലോക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. 1 2 ഓക്കെ, 2 ബ്ലോക്ക് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് നമ്മളിത് ഓക്കെ ചേട്ടാ ഇതൊന്ന് പൊട്ടി ചാരിട്ട് നമ്മളത് ഇവിടെ ഒരു ഗ്ലാസ് നമ്മൾ ഒരു ചെസ്റ്റാക്കി മാറ്റിയിട്ടുണ്ട് ഗൈസ്. 2 ചെസ്റ്റ് അല്ല, നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പരിമിതിയുടെ അനുസരിച്ച് നമ്മൾ ഇതൊക്കെ കുറയ്ക്കുന്നുണ്ട്. സോ ഓക്കെ, നമ്മൾ ഒരു ചെസ്റ്റാക്കി മാത്രമേ വെച്ചിട്ട് നമുക്ക് അധികം ആവശ്യം. സോ ഗൈസ് ഇനി നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഇനിയായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോപ്പർ എടുത്തിട്ട്, നമ്മുടെ 3 ഹോപ്പർ ഉണ്ട്, ലാസ്റ്റ് 3 ഹോപ്പറേ കാണാൻ പാടുള്ളൂ. നമ്മൾ ഒരു ഹോപ്പർ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഹോപ്പർ അതിൻ്റെ അടുത്ത ഹോപ്പർ അതിനായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ വെക്കണം. അങ്ങനെ 3 ഹോപ്പറും അതേപോലെ തന്നെ സെയിം ആയിട്ട് കണക്റ്റായി വെക്കണം. ഇനി നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് അല്ല സോറി, ആദ്യം നമ്മൾ ഇത് വെക്കാൻ പറ്റത്തില്ലല്ലേ. സ്ഥലവും ഇല്ല ചേടാ, ഞാൻ ഉണ്ടാക്കാൻ വെച്ച സ്ഥലം നല്ല രസമായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഗ്ലാസ് ഇങ്ങനെ വെച്ചാൽ നമ്മൾ 3 വൂള അതിൻ്റെ പുറത്ത് വെക്കണം. നമുക്കൊരു സപ്പോർട്ടിനായിട്ട് നമ്മളിങ്ങനെ വെക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ താഴെ വെച്ച ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ആ വൂളിൻ്റെ സൈഡിൽ നമ്മളിത് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കണം. മൊത്തത്തിലൊന്ന് കവർ ചെയ്തൊരു വാള് പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിത് ഇതിൻ്റെ മേളിലോട്ട് കയറാൻ ഇത് പൊട്ടിക്കാൻ വരെ പാടായിരിക്കുമല്ലോ ഗൈസ്. ഇതൊന്ന് ഞാൻ പൊട്ടിച്ചിട്ട്
പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. എന്നിട്ട് നമുക്കിത് ഈ ഗ്ലാസ് പൊട്ടിക്കുക. ഈ ഗ്ലാസ് പൊട്ടിച്ചിട്ട് അയ്യോ ഓ ഗൈസ് എന്തായാലും ഇതൊന്ന് സെറ്റ് ചെയ്ത് നിങ്ങൾ കാണിക്കുന്നത് ഭയങ്കര പണിയാണ് ഗൈസ്. നമ്മളതങ്ങനെ സെറ്റ് ചെയ്ത് ബാക്കി പൊട്ടിപ്പോയെല്ലാം തിരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഗ്ലാസിൻ്റെ ആ സംഭവം പൊട്ടിച്ച് നമ്മളത് ഇതിൻ്റെ പുറത്തൊരു സ്ലാബ് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ള സംഭവം എന്ന് പറയുന്നത് ഇച്ചിരി ഡേഞ്ചറാണ്. ആക്ച്വലി ഞാൻ ഇത് നമ്മുടെ ഒരു പെട്ടിക്കൂട് പോലെ ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്കും ഒന്ന് കത്തിയായിരുന്നു ഗൈസ്. ഈ വേൾഡിലല്ല വേറൊരു വേൾഡിൽ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കത്തി പിടിച്ചായിരുന്നു ഈ സംഭവം കാരണം ലാവ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കണം, എല്ലാം കത്തിപ്പോവും. ലാവ ഭയങ്കര ഡേഞ്ചറാണ്. ഇനി നമുക്ക് ലാവ എടുത്തിട്ട് സൂക്ഷിച്ചത് ആ ഒരു ബ്ലോക്കിൽ ആ ഒരു ബ്ലോക്കിനെ വെച്ചെടുക്കാം. അയ്യോ ഇത് ഈ ബ്ലോക്കിലാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് വീഴുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ ഗൈസ്. അങ്ങനെ അതങ്ങനെ സെക്യൂർ ആയിട്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻസ് നമ്മുടെ കോഴികളെ പിടിച്ചുകൊണ്ട് വരണം. അതിന് തീറ്റണം ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ഞങ്ങളെ ഇട്ടിട്ട് കാണിക്കുന്നിരിക്കുന്നത് അത് ഇച്ചിരി ടൈം എടുക്കും. കാരണം എന്തായാലും അത് നിങ്ങൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും കാണുന്നത് എന്തായാലും ഞാൻ അടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. അതായിരിക്കും ഇച്ചിരി ബെറ്റർ. ഇവിടെ ഒരു 3-4 എണ്ണത്തിന് പിടിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് സീഡ് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും കുറേ ഞാൻ ബ്രീഡ് ചെയ്ത് ഇഷ്ടം മരുത്. ഇവിടെ നിന്ന് ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടി തെറിച്ച് പോവും. എന്നിട്ട് നമ്മളിവിടെ ബ്രീഡ് ചെയ്യുമ്പോൾ ഇവന്മാർ ഒരുപാടായി കഴിയുമ്പോൾ ഒരുപാട് മുട്ടയിടും. ആ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റെഡ് സ്റ്റോൺ വെച്ച് അത് മുട്ട വീണ് കഴിഞ്ഞാൽ റെഡ് സ്റ്റോൺ അത് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഇത് ഈ ഒരു കോഴീനെ സ്പോൺ ചെയ്യിപ്പിക്കും. കോഴി സ്പോൺ ആവണമെന്നില്ല, ചിലപ്പോൾ അത് മുട്ട പൊട്ടിപ്പോൾ സ്പോൺ ആവും, അല്ലെങ്കിൽ മുട്ടയൊന്നും വരുന്നില്ല. എന്തായാലും കുറച്ച് ടൈം പിടിക്കും. അങ്ങനെയാണ് സംഭവങ്ങൾ വരുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മറ്റേ ഞാൻ ഇട്ട് തന്ന ട്യൂട്ടോറിയൽ നോക്കി ചെയ്താൽ മതി. സോ എന്തായാലും ഇത് വർക്കാണോ നോക്കട്ടെ ഗൈസ്. സോ ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ താഴത്തോടെ എത്തിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഒരു ലാവാ ബക്കറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, ഞാൻ ഇത് ഒന്ന് വർക്കായിരിക്കാൻ വേണ്ടി ഞാൻ ആ ലാവയുടെ അടുത്തുനിന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി. ആ ലാവ താഴത്തോട്ട് വീഴുന്നുമില്ല, എന്നാൽ ഞാൻ അങ്ങോട്ട് നിന്നിട്ട് കത്തുന്നുമില്ല. അവസാനം ഞാൻ ആ ലാവ എടുത്ത് മാറ്റിയിട്ട് പുതിയ ലാവ എടുത്തുകൊണ്ട് വന്നപ്പോൾ ആ ലാവ പിന്നെ തിരിച്ചിരിക്കുന്നു. സംഭവം എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും പോട്ടെ. പക്ഷേ ഇത് നല്ല എഫിഷ്യൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് എഫിഷ്യൻ്റ് അല്ല. എന്നാൽ എഫിഷ്യൻ്റ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എഫിഷ്യൻ്റ് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം ഞാൻ 1.5 മണിക്കൂർ ഞാൻ ഏകദേശം നിന്ന്. അപ്പോഴത്തേക്ക് എനിക്ക് 3 സ്റ്റാക്ക് ഫെദറും 3 സ്റ്റാക്ക് ചിക്കനൊക്കെ കിട്ടി. എന്തായാലും നമ്മളിത് ഒരുപാടൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് നമ്മുടെ ദാമോദരന് വേണ്ടി നമുക്ക് കുറച്ച് ഫുഡ് വേണം, അതിനാണ് ഞാൻ സംഭവം ഇതുണ്ടാക്കിയത്. ഞാൻ ഇച്ചിരി നേരം AFK ചെയ്താൽ തന്നെ ഇത്രയും കിട്ടും. ഇത് തന്നെ മതി അവനൊരു വർഷം തന്നെ നിൽക്കാനായിട്ട്. സോ നമുക്ക് ഇതിൻ്റെ അത്രയും അളവ് വേണമെന്നില്ല, സാധാരണ ഇത്രയും ചെറുതാക്കി തന്നെ ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് വേണമെങ്കിലും അത്യാവശ്യം ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫാർമൊക്കെ പറയുന്നത്. നമുക്ക് ഈ ഒരു ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് അവനൊന്ന് കൊടുത്തേക്കാം. അവിടെ റോക്കർ എടുത്ത് ഐശ്വര്യമായിട്ട് അവനൊന്ന് കൊടുത്തേക്കാം. എന്തായാലും നമുക്കിത് പറഞ്ഞു തന്നെ പോകാം. ഇപ്പോൾ ഇനി പോർട്ടലൊക്കെ വഴി പോകണ്ടേ, ഇത്ര അടുത്താണ്, എന്നാലും നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ദാമോദരം അതെവിടെ ഇരിപ്പുണ്ട്, സ്റ്റെപ്പിൽ തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ വീടൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റില്ലേ, നമ്മളിത് അവിടെ പോയിട്ട് ഞാനൊരു ഫാർമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നിനക്ക് ഈ കൊണ്ടുവരുന്നത്. 2-3 വട്ടം തിരിച്ച് വെച്ച് എന്നിട്ടൊക്കെയാണ് നിനക്ക് കൊണ്ട് തരുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടിച്ച് കൊല്ലിൻ്റെ. ഓക്കെ ഗൈസ്, ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സ്ട്രീമായിട്ട് നമ്മുടെ കോഴിയുടെ അതായത് നമ്മുടെ ചിക്കൻ ഫാമിൻ്റെ അടുത്ത് പോയി തന്നെ പറയാം. സോ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിലേക്ക്. പിന്നെ മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഈ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നൊന്നുമില്ല ഗൈസ്, എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, ബൈ.